വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കുട്ടികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് കൂടിയാലോചിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ കൂടി ചേരുകയാണ്. ശ്യാം, ദുരന്തബാധിത മേഖലകളിൽ താൽക്കാലിക പുനരധിവാസം അതാണ് ഇനി പ്രഥമ പരിഗണന നൽകേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒപ്പം കുട്ടികളുടെ പഠന സൗകര്യവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾക്കായി വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? നന്ദു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭാഗത്ത് പ്രത്യേക ദൗത്യ സംഘം ഇന്ന് കൂടുതൽ ഭാഗത്ത് തെരച്ചിലിനായി ഇറങ്ങുകയാണ്. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നു, മറുഭാഗത്ത് അതായത് ഏറ്റവും സുപ്രധാനമായ ഇനി അങ്ങോട്ട് ഏവരെയും പ്രതീക്ഷിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പുനരധിവാസ പ്രക്രിയ എങ്ങനെ എന്നത് സംബന്ധിച്ചാണ്. ഇന്നലെ ആണ് മുഖ്യമന്ത്രി ഈ പറയുന്നത് മന്ത്രിസഭാ ഉപസമിതിയുമായിട്ടും വയനാട്ടിലെ ജില്ലാ രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ടൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൂടിയാലോചന ഓൺലൈനായി നടത്തിയിരുന്നു. നടത്തിയതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മാതൃകാപരമായ ഒരു പുനരധിവാസ പ്രവർത്തനം നടത്തും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളെ ഒരു തരത്തിലും അതിൽ ഇടപെടിക്കില്ല. പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്വവും നടത്തുന്നതും ഈ പറയുന്ന സർക്കാരിൻ്റെ ചുമതല തന്നെയാണ്. അത് സർക്കാർ തന്നെയായിരിക്കും നടത്തുക. പ്രത്യേക ടൗൺഷിപ്പ് എന്ന ഒരു പദ്ധതിയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിലേക്ക് പക്ഷേ നമുക്കറിയാം ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം ഇതിനെ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏത് തരത്തിലായിരിക്കണം ഇതിൻ്റെ മാതൃക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ഒപ്പം തന്നെ ഈ പറയുന്നത് നമുക്ക് ദുരന്തബാധിത മേഖലയിൽ ഏതാണ്ട് 300ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ പലതും ചിന്നിച്ചിതറി പോയെങ്കിൽ പോലും അതിൽ കുടുംബങ്ങൾ എത്ര എന്നൊക്കെ തിട്ടപ്പെടുത്തി അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് വേണം ഈ കാര്യത്തിലൊക്കെ മുന്നോട്ട് പോകാൻ. എന്തായാലും അതൊരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാന മറ്റൊരു കാര്യം, ഇന്നലെ നമുക്കറിയാം ഈ പറയുന്ന വയനാട് ജില്ലയിലെ സ്കൂളുകളൊക്കെ ഇന്നലെ പ്രവർത്തിച്ചു തുടങ്ങി. ദുരന്തബാധിത മേഖലയിലുള്ള സ്കൂളുകളും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളും മാത്രമാണ് പ്രവർത്തിക്കാതെ. എന്തായാലും ഒരാഴ്ച കൂടി അവർക്ക് ഈ പറയുന്ന സ്കൂളുകൾ പ്രവർത്തിക്കാനാവില്ല, പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളത്. മറ്റേത് നമുക്കറിയാം പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളുകൾ ഒക്കെ ഇനി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു ധാരണയും ഉണ്ടാവില്ല. എന്തായാലും അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ട്, ക്യാമ്പിലടക്കം ഉള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെ വിദ്യാഭ്യാസം എന്നത് സംബന്ധിച്ചാണ് ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് ഇതിനൊരു പദ്ധതി തയ്യാറാക്കും. അതായത് ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി ക്യാമ്പിലാണെങ്കിൽ പോലും ആ കുട്ടിക്ക് തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ട സജ്ജീകരണം ഒരുക്കണം എന്നാണ് സർക്കാർ ഇന്നലെ തീരുമാനിച്ചത്. അതിനനുസരിച്ചുള്ള കർമ്മ പദ്ധതികൾ തന്നെയാവും നടപ്പാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു കാര്യം നടക്കുന്നു. ഒപ്പം തന്നെ ഈ പുനരധിവാസ പ്രവർത്തനം താൽക്കാലികമായി നടപ്പിലാക്കണമെങ്കിൽ അതിന് ഈ പറയുന്നത് പോലെ തന്നെ ചില പ്രക്രിയകൾ, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും സർക്കാർ കെട്ടിടങ്ങളും ഈ സ്വകാര്യ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങുകയാണ്. ഓരോ സ്ഥലത്തും എത്ര വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നതടക്കം രേഖപ്പെടുത്തി അവിടേക്ക് ഈ പറയുന്ന നിലവിൽ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരായ മേഖലകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടിയാണ് സർക്കാർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ മേപ്പാടി മേഖലയിലുള്ള ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, കെട്ടിടങ്ങൾ ഒക്കെ അന്വേഷിച്ച് അവിടേക്ക് ഇവരെ താമസം മാറ്റും. എന്നാൽ മാത്രമേ ഈ സ്കൂളുകൾ വീണ്ടും അധ്യയനം തുടങ്ങാനാവൂ എന്നതാണ്. എന്നാലും ഈ കാര്യത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി രാജൻ വ്യക്തമാക്കിയത്. അതിനനുസരിച്ച് ആയിരിക്കുന്ന ഒരു ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ പുരോഗമിക്കും. നാളെയോ മറ്റന്നാളോ രാവിലെയോടുകൂടി തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്ത് ഈ പറയുന്ന ഇത്രയും കുടുംബങ്ങളെ ഏതാണ്ട് 3000-ലധികം ആളുകളുണ്ട്. ആ ആളുകളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് താമസിപ്പിക്കാൻ, കുടുംബങ്ങളാണെങ്കിൽ കുടുംബങ്ങളെ താമസിപ്പിക്കാൻ വേണ്ട വീടുകൾ, വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യം, ഇത്തരത്തിലാണ് സജ്ജീകരണം ഒരുക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയയ്ക്ക് താൽക്കാലികമായെങ്കിലും സർക്കാർ തുടക്കം കുറിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നന്ദു.